ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ ഏറ്റവും പുതിയ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേസ് ഒനിയൻ റിങ്സ് ആണ് നമ്മുടെ ഇന്നത്തെ പുതിയ ഐറ്റത്തിലോട്ട് നമ്മൾ ഇടക്കുന്നത്. നമുക്ക് അതിനുവേണ്ടിയുള്ള ഒനിയന്റെ പരിപാടിയൊക്കെ നമ്മുടെ ആശാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അടിപൊളി രസമുള്ള സ്ഥലങ്ങളാണ് നമ്മുടെ ചുറ്റും നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ്. അറ്റുണ്ട്, നല്ല പാടം, അടിപൊളി, ഒത്തിരി പോത്തുകൂട്ടന്മാര് കിടക്കണം, മീന്, അങ്ങനെ എന്തുകൊണ്ടും അടിപൊളിയാണ്. നല്ല കാലാവസ്ഥയാണ് ഇന്ന്. അപ്പൊ നമ്മൾ ഒനിയൻ ക്ലീൻ ആക്കി വെച്ചു. ഇനി ഇതിനെ നമുക്ക് കട്ട് ചെയ്യാം. നമ്മൾ റിങ് പോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മുടെ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒനിയൻസ് ഒക്കെ നല്ല റിങ് പോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ലേസ് നല്ല പൊടിയായിട്ട് എടുക്കണം, പൊടിച്ചെടുക്കണം. അതായത് നൈസായിട്ടൊന്ന് പൊടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല പുട്ടുപൊടി പോലെ പൊടിച്ചെടുക്കണം. എന്നിട്ട് ഈ ഒനിയൻ ഈ പൊടിയിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്യണല്ലേ അച്ഛനെ? അപ്പൊ അങ്ങനെയാണ് നമ്മളൊക്കെ ഒരു മാവ് ആദ്യം റെഡിയാക്കണം. മാവിൽ മുക്കിയിട്ട് ഈ ലേസ് പൊടിയിൽ മുക്കി ഓക്കെ ഗൈസ് പൊടിക്കാനിടുന്നത്. അപ്പൊ നമ്മൾ ആ പരിപാടിയിലോട്ട് കിടക്കുവാണ്. ഈ ലേസ് ഒക്കെ ഇങ്ങനെ പൊട്ടിച്ച് പൊടിയാക്കുക. അപ്പൊ നമ്മുടെ പച്ച ലേസ് കൂടി പച്ച പാത്രത്തിൽ തന്നെ നമ്മൾ ഇട്ട് വെച്ചേക്കുവാണ്. ഇത് മിക്സിയിൽ ഇട്ടടിക്കുവാണെങ്കിൽ ഇച്ചിരി നല്ല രീതിയിൽ പൊടിഞ്ഞു കിട്ടും. പിന്നെ ഈ കണ്ടത്തിന്റെ നടുക്ക് മിക്സിയും കറണ്ടൊന്നും ഇല്ലാത്ത കാരണം നമ്മളിങ്ങനെ റെഡിയാക്കണം. ഇതാകുമ്പോൾ നമുക്ക് ഇടയ്ക്ക് കെറുകെറുന്ന് കടിക്കുകയും ചെയ്യാം. അതെ ഈ ഒരു ഭാഗത്തിന് ഇരുന്നാല് ലേസ് ഒനിയൻ റിങ്സിന് വേണ്ടിയിട്ട് നമുക്കത് കോട്ടിങ്ങിന് വേണ്ടി അതിന് മാവ് റെഡിയാക്കണം. അപ്പൊ നമ്മൾ ആദ്യം എടുത്തേക്കുന്ന മൈദയാണ്. ഇനി അതിനോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കണം, മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് നമുക്കത് മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ പരിപാടി, നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒനിയൻ റിങ് എടുത്ത് നമ്മൾ നമ്മുടെ മൈദ മാവിനകത്തിട്ട് മുക്കുന്നു. അങ്ങനെ മുക്കിയതിന് ശേഷം നമ്മൾ ലേസ് പൊടിക്കകത്തിട്ട് ഉരുട്ടണം. ഇങ്ങനെ ഉരുട്ടിയെടുക്കും. അത് നന്നായിട്ട് അങ്ങ് ഉരുട്ടി കൊടുക്കുക. ആവശ്യത്തിന് പിടിച്ചു കഴിയുമ്പോൾ നമ്മൾ ഇവനെ എടുത്ത് എണ്ണയ്ക്കകത്തേക്ക് നേരെ ഇട്ട് പൊരിക്കുക. ഒരു സൈഡ് ഉണക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. ഒനിയൻ ലേസ് ഏകദേശം നല്ല മൊരിഞ്ഞ് നല്ല പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവനെ എടുത്ത് പ്ലേറ്റിലോട്ട് മാറ്റാം. ഗൈസ്, ലേസ് ഒനിയൻ റിങ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നല്ല റിങ് പോലെ നമ്മുടെ കയ്യേലിടാം. എന്റെ കൈയൊക്കെ വലുതായി പോയി, അല്ലെങ്കിൽ ഞാൻ കയ്യേലിടണം. നല്ല അടിപൊളി സാധനമാണ്. അപ്പൊ ഇതിന് നമുക്ക് സോസും കൂട്ടി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഇവനെ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ ഈ സോസിനകത്ത് ഇങ്ങനെ മുക്കിയിട്ട് നേരെ ഇങ്ങനെ ഇട്ടിട്ട് വീണ്ടും മുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്. ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. 2 പാക്കറ്റ് ലേസും ഒരു സബോള ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമന്റ് ചെയ്യാം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ കാണുമ്പോൾ